हरे कृष्णा सर्वं कृष्णार्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा ഭവനപദേശൻ की जय ഓം ശ്രീ മാത്രേ നമഃ ഹര ഹര മഹാദേവ്. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ വിഷ്ണു സഹസ്രനാമ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. ഷൂട്ട് കഴിഞ്ഞിട്ടില്ല, 2 മണിയാവും. അതുകൊണ്ടാണ് എടുക്കാമെന്ന് വിചാരിച്ചത്. ഇനിയിപ്പം നാളെയും ഷൂട്ടുണ്ട്, അപ്പം നാളെ എടുക്കാൻ പറ്റില്ല, ഇന്നലെ എടുക്കാൻ പറ്റിയിട്ടില്ല. ഒന്നിരിച്ചു. അപ്പം പിന്നെ വിഷുവായി, വിഷുവിൻ്റെ തിരക്കായി. അപ്പം നമുക്ക് പിന്നെ ആകെപ്പാടെ ബഹളമായി. പിന്നെ വീണ്ടും ഷെഡ്യൂൾ സ്റ്റാർട്ടായി. അപ്പോൾ ക്ലാസ് മിസ്സാവണ്ടെന്ന് ഓർത്തിട്ടാണ് എന്ത് ചെയ്തത്, ലൊക്കേഷൻ തന്നെ എടുത്തത്. അപ്പം അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് കിട്ടി. ഇനി അടുത്ത സീൻ ചെയ്യാൻ പോകുന്നത് വരെയുള്ള ചെറിയ ഗ്യാപ്പിൻ്റെ ഉള്ളിലാണ് വന്നിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ കഥ പറയാൻ ഒന്നും സമയമില്ല. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 93 42 49 49 41. എല്ലാവരും എന്തുണ്ടെങ്കിലും മഞ്ജരീസിലേക്ക് മെസ്സേജ് ചെയ്ത് വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഇങ്ങനെ മെസ്സേജ് നോക്കാം. ഇന്നും ഇപ്പം കുറച്ച് മെസ്സേജ് നോക്കി, വളരെ കുറച്ച്, ഒരു 5 6 അതിൽ കൂടുതൽ നോക്കാൻ പറ്റിയിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല. അപ്പം അത് കഴിയുമ്പോൾ തന്നെ നോക്കിക്കോളാം കേട്ടോ. അതെ, ലൊക്കേഷനിലാണ് ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിവേ നോക്കട്ടെ, പറ്റിയാൽ കാണിക്കാം. കുറച്ച് നേരം ക്ലാസ് പോവാം. അപ്പം നമ്മൾ ലാസ്റ്റ് എടുത്തിരിക്കുന്ന എവിടം വരെയാണ്? 55 വരെ അല്ലേ? ഓർമ്മയുണ്ടോ? വേഗം പറയൂ, സമയം കളയരുത്. 55 അല്ലേ? 55 ആണോ 54 ആണോ? ആണോ? എന്തായാലും 55 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. 55 മുതൽ നമുക്ക് എടുത്തു പോവാം. ഇല്ല, മാർക്കില്ല. 55 അല്ലേ? എന്താ ആരും പറയാത്തേ? 55 അല്ലേ? ഇതെന്താ നോക്കിയിരിക്കണേ? എന്താ പറയാത്തേ? 55 അല്ലേ? ആണോ? അതിന് ആൻസർ പറയൂ. ശരി ലാലി മാതാജി, നമസ്തേ. അപ്പോ 56ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. ഓക്കെ, 56. അജോ മർഹാർഹ. ബുക്ക് എടുത്തോളൂ കേട്ടോ. അജോ മർഹാർഹ സ്വാഭാവ്യോ. അജോ മർഹാർഹ സ്വാഭാവ്യോ ജിതാമാത്ര. ഒന്ന് ഹോൾഡ് ചെയ്യണേ. എന്തായിരുന്നു? ഹലോ, പറ, വേഗം പറയൂ. ഇല്ല, പറയൂ, എന്തായിരുന്നു? അത്യാവശ്യമുണ്ടോ? അജോ മർഹാർഹ സ്വാഭാവ്യോ ജിധാമിത്രഃ. ജിധാമിത്രഃ പ്രമോദനഃ. പ്രമോദനഃ ആനന്ദോ നന്ദനോ. വേഗം വേഗം കേട്ട് വേഗം വേഗം ശ്രദ്ധിച്ച് വേഗം വേഗം പഠിച്ചു പോവാം കേട്ടോ. ഓക്കെ. അജോ മർഹാർഹ സ്വാഭാവ്യോ ജിതാമിത്രഃ പ്രമോദനഃ. ഇതാണ് നമ്മുടെ 56ാമത്തെ ശ്ലോകത്തിന്റെ ആദ്യത്തെ ലൈന്. ഇനി അതിന്റെ 2ാമത്തെ ലൈന് ആനന്ദോ നന്ദനോ നന്ദഹ. ഞാൻ പറയാറുണ്ട് 2 കുത്തിട്ട ഹ എന്ന് വായിക്കണമെന്ന്. ഓക്കെ, നന്ദഹ. കണക്ട് ചെയ്തു ത്രിവിക്രമഃ. ഓക്കെ, അപ്പൊ വായിക്കാൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഭഗവാന്റെ കാരുണ്യം. നമുക്ക് വീണ്ടും നെറ്റ് കിട്ടി. എത്രത്തോളം പോകുന്ന അറിയില്ല, എങ്കിലും പോകാം. അപ്പൊ നമ്മളുടെ 56ാമത്തെ ശ്ലോകമാണേ. 56ാമത്തെ ശ്ലോകത്തില് നമ്മൾ പഠിച്ചു അജോ മഹാർഹ എന്ന് പഠിച്ചു അല്ലെ? അജോ മഹാർഹ എന്ന് പഠിച്ചു. അപ്പൊ ഈ അജോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അജ എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വിഷ്ണുവിൽ നിന്ന് ജനിച്ച കാമദേവന്റെ സ്വരൂപത്തിൽ നിന്നുള്ളവർ. മനസ്സിലായില്ലേ? വിഷ്ണുവിൽ നിന്ന് ജനിച്ച കാമദേവന്റെ സ്വരൂപത്തിലുള്ളവൻ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭഗവാനിൽ നിന്നാണ് എല്ലാ ജീവാത്മാക്കളും വന്നിരിക്കുന്നത് അല്ലെ? സമസ്ത ജീവാത്മാക്കളും വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, കാമദേവൻ ജനിച്ചിരിക്കുന്നതും ആരിൽ നിന്നാണ്? വിഷ്ണുവിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് അജ എന്ന് വിളിക്കുന്നത്. വിഷ്ണുവിൽ നിന്ന് ജനിച്ച കാമദേവന്റെ സ്വരൂപത്തിലുള്ളവൻ. പിന്നെയോ മഹാർഹ. മഹാർഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മഹത്തെ അർഹിക്കുന്നവൻ. മഹം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂജ.
അപ്പം പൂജ അർഹിക്കുന്നത് ആരാണ്? സാക്ഷാൽ ഭഗവാനാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും എന്ത് പൂജ ചെയ്താലും അതിന്റെ ഫൈനലി ആയിട്ട് അത് എവിടെയാ എത്തുന്നത്? ഭഗവാനിലാണ് കംപ്ലീറ്റ് ആയിട്ട് എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് മഹാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പൂജ. ആ പൂജ അർഹിക്കുന്നത് ആരാണ്? സാക്ഷാൽ ഭഗവാനാണ്. മനസ്സിലായോ? അപ്പോ മഹാർഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹത്തെ അർഹിക്കുന്നവൻ അല്ലെങ്കിൽ പൂജയെ അർഹിക്കുന്നവൻ. പിന്നെയോ സ്വാഭാവ്യ. സ്വാഭാവ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യസിദ്ധനായതുകൊണ്ട്, ഭഗവാൻ നിത്യസിദ്ധനാണ്. മനസ്സിലായോ? നിത്യസിദ്ധനായതുകൊണ്ട് സ്വാഭാവികമായിട്ട് തൻ്റെ ഉദ്ഭവമില്ലാത്തവൻ. മനസ്സിലായോ? അപ്പോ സ്വാഭാവികമായിട്ടുള്ള ഒരു ജനനമല്ല ഭഗവാന്റേത്. പിന്നെയോ നിത്യസിദ്ധനാണ് ഭഗവാൻ. എപ്പോഴും നിത്യതയുണ്ട് ഭഗവാന്. അതുപോലെ തന്നെ എല്ലാ സിദ്ധന്മാരിലും വെച്ചിട്ട് ഉയർന്ന സ്ഥിതിയിൽ ആരിയിരിക്കുന്നു? ഭഗവാൻ ഇരിക്കുന്നു. നിത്യസിദ്ധമായിരിക്കുന്നു ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ എന്തെന്ന് പറയുന്നു? സ്വാഭാവ്യ എന്ന് പറയുന്നു. അപ്പോ വിഷ്ണുവിൽ നിന്ന് ജനിച്ച കാമദേവന്റെ സ്വരൂപത്തിലുള്ള എല്ലാ പൂജകളും അർഹിക്കുന്ന നിത്യസിദ്ധനായിരിക്കുന്നവൻ. അതാണ് നമ്മളിവിടെ ആദ്യത്തെ അജ, മഹാർഹ, സ്വാഭാവ്യ എന്ന വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെയോ ജിതാമിത്രഹ. ജിതാമിത്രഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഗദ്വേഷാദിയായ ആന്തരിക ശത്രുക്കളെ, ആ ഒരു രാഗദേശം, നമ്മളുടെ ഉള്ളിലുള്ള പല പല ദേഷ്യം, അസൂയ, വാശി, കോപം, അങ്ങനെ പല പല വികാരങ്ങൾ നമ്മളുടെ ഉള്ളിലുണ്ട് അല്ലെ? അങ്ങനെയുള്ള എല്ലാ വികാരങ്ങളെയും, അതുപോലെ ആ ഒരു വികാരങ്ങളെയെല്ലാം നമ്മൾ എന്താ പറയാ? ആന്തരിക ശത്രുത എന്നാ പറയണേ. നമ്മുടെ ഉള്ളിലുള്ള ആന്തരിക ശത്രുതയാണത് അല്ലെ? നമ്മളെ സ്വയം നശിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ ചിന്തകളാണ്. നമ്മുടെ മനസ്സിൽ കുടിയിരിക്കുന്ന കുറേ വൃത്തികെട്ട ചിന്തകളാണ് നമ്മളെ തെറ്റായ വഴിക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് നമ്മൾ മുൻപേ ഉള്ള നമ്മുടെ പിതൃക്കളെല്ലാം, പിതൃക്കൾ മീൻസ് നമ്മുടെ ഗുരുക്കന്മാര്, ആചാര്യന്മാര്, നമുക്ക് മുമ്പേ വന്നു പോയവരൊക്കെ എന്താ പറയാ? പറയുന്നതിനും ചെയ്യുന്നതിനും ചോദിക്കുന്നതിനും മുമ്പേ നമ്മൾ 100 വട്ടം ചിന്തിക്കണം എന്ന് പറയും അല്ലെ? ചിന്തകൾ നമ്മെ നാമാക്കുന്നു എന്ന് പറയാറുണ്ട്. അപ്പോ ചിന്തിക്കണം. നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? നല്ല കാര്യങ്ങൾ ചിന്തിക്കണം. അല്ലാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? നമ്മളുടെ ഉള്ളിലുള്ള അസൂയ, ശത്രുതാ മനോഭാവം, ആ രീതിയിൽ നമ്മൾ ഒരിക്കലും രാഗദ്വേഷ ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കണം എന്നാ പറയണത്. ഓക്കെ, അപ്പൊ ഈ ഒരു തെറ്റായ ചിന്താഗതികളെയാണ് നമ്മൾ ആന്തരിക ശത്രുക്കൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആന്തരിക ശത്രുക്കളെയും രാവണ, കുംഭകർണാദി ബാഹ്യ ശത്രുക്കളെയും ജയിച്ചവനാണ്. മനസ്സിലായോ? രാവണനെ പോലെയുള്ള അസുരന്മാരെ ഒക്കെ ജയിച്ചത് ആരാണ്? ഭഗവാനാണ്. അപ്പൊ ആ ഭഗവാനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ജിതാമിത്ര. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള തെറ്റായ ചിന്തകളെയും നമ്മൾക്ക് പുറത്തുള്ള അസുരന്മാരെയും എല്ലാവരെയും ജയിച്ചിരിക്കുന്ന ഭഗവാൻ എന്ന് വേണം പറയാൻ. പിന്നെയോ പ്രമോദന. പ്രമോദനഹ. പ്രമോദനഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ആത്മസ്വരൂപമായിരിക്കുന്ന അമൃതരസത്തെ ആസ്വദിക്കുന്നതിനാൽ, നമ്മുടെ ഭഗവാന്റെ ആത്മസ്വരൂപമായിരിക്കുന്ന അമൃതരസത്തെ ആസ്വദിക്കുന്നതിനാൽ എപ്പോഴും പ്രമുഖനായിരിക്കുന്നവൻ, അതായത് ധ്യാനിക്കുന്നവരെ സന്തോഷിപ്പിക്കുന്നവൻ എന്നർത്ഥം. നമ്മൾ ഭഗവാനെ എപ്പോഴും ധ്യാനിക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവാൻ എപ്പോഴും സന്തോഷം തരും അല്ലെ? ജീവിതത്തിൽ നമുക്ക് എല്ലാം ഉണ്ടെന്ന് ഓർത്തോ. ജീവിതത്തിൽ നമുക്ക് വീടുണ്ട്, പണമുണ്ട്, ജോലിയുണ്ട്, സ്വത്തുണ്ട്, എല്ലാ സൗഭാഗ്യങ്ങളുണ്ട്, മക്കള്, ഭാര്യ, അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്. പക്ഷേ നമ്മൾക്ക് ജീവിതത്തിൽ സമാധാനമില്ല എന്നാണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ ജീവിതം വേസ്റ്റായി അല്ലെ? നമ്മൾ എന്തൊരു ജോലി ചെയ്യുമ്പോഴും അത് ആസ്വദിച്ച് ചെയ്യുക. നമ്മൾ എന്തൊരു ഭക്ഷണം കഴിക്കുമ്പോഴും അത് രുചി അറിഞ്ഞ് കഴിക്കാം. നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ സ്വസ്ഥമായിട്ട് നമ്മൾ ഉറങ്ങാം. ഈ 3 കാര്യം നമ്മൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലേ പിന്നെ നമ്മൾ എന്തിനാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണത്? ആലോചിച്ച് നോക്കണം. ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ വെക്കും. അയ്യോ അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അത് നാളെ, അത് പിന്നെ, അത് പിന്നെ, അത് പിന്നെ. ഈ നാളെ പിന്നെ എന്ന് പറയുന്നത് നമുക്കുണ്ടോ എന്നാണ് ആലോചിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോ ധ്യാനിക്കുക. നമ്മൾ ഭഗവാനെ സദാസമയം ധ്യാനിക്കുക. നമുക്ക് ഏതൊക്കെ സമയം കിട്ടുമോ ആ സമയമൊക്കെ നമ്മൾ ധ്യാനിക്കുക. അങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ ഒരു നിലനിൽപ്പുള്ള ഒരു സന്തോഷം ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ തരും. അതൊരിക്കലും പണത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല. മനസ്സിലായില്ലേ? പണം കൊണ്ട് നേടാവുന്നതല്ല നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. പിന്നെന്താ? നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് സമാധാനത്തിലൂടെ നേടാൻ പറ്റുന്ന ഒരു കാര്യമാണ് സന്തോഷം. ആ സന്തോഷം നമുക്ക് എവിടുന്നാ കിട്ടുക? സാക്ഷാൽ ഭഗവാനിൽ നിന്ന്. എങ്ങനെ കിട്ടും? അദ്ദേഹത്തെ ധ്യാനിച്ചുകൊണ്ട്. അതാണ് ആത്മീയ അനുഭൂതി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഭയങ്കര നല്ല വെയില്, ആ വെയില് ഒരു നല്ല ഭയങ്കര ചൂടായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തില്
നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു AC ഉള്ള ഒരു സ്ഥലം കിട്ടി, നമ്മൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഓ എന്തൊരു ആശ്വാസം എന്ന് പറയും അല്ലെ. ഇതിനേക്കാൾ എത്രയോ കോടി മടങ്ങാണ് നമ്മുടെ ജീവിതത്തിൽ മനസമാധാനം ലഭിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദമായ അനുഭൂതി. ഈ അനുഭൂതി നമുക്ക് ഭഗവാൻ ധ്യാനിക്കുമ്പോൾ നൽകും. അതുകൊണ്ട് അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കുന്നു? പ്രമോദനഹ എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കുന്നത്? പ്രമോദനഹ. പിന്നെയോ അടുത്തത് ആനന്ദ. ആനന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആനന്ദമായ സ്വരൂപമുള്ളവൻ, ആനന്ദമായ സ്വരൂപമുള്ളവൻ. അതുകൊണ്ടാണ് ഭഗവാനെ ആനന്ദ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആനന്ദമായ സ്വരൂപമാണ്. ഭഗവാനെ കാണുന്തോറും ആ ഭംഗി നമ്മളിൽ ഇങ്ങനെ എന്താ പറയാ, ആനന്ദം കൊണ്ട് നമുക്ക് എന്തൊരു സൗന്ദര്യമാണ് ഭഗവാനെ കാണാൻ. അദ്ദേഹത്തിന്റെ കണ്ണും മൂക്കും ചിരിയും അദ്ദേഹത്തിന്റെ ആ നടപ്പും ഇരിപ്പും എല്ലാം വല്ലാത്തൊരു ആനന്ദമാണ് അല്ലേ. ഭഗവാന്റെ സൗന്ദര്യം നമുക്ക് വർണ്ണിക്കാനേ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള സൗന്ദര്യമുള്ള ഭഗവാനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ആനന്ദ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനിയോ നന്ദന. നന്ദന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ വീട്ടിലൊക്കെ പല കുട്ടികൾക്കും നന്ദന എന്ന് പേര് വെക്കാറുണ്ട് അല്ലെ. നമ്മുടെ ബിന്ദുമ്മയുടെ മോളുടെ പേര് നന്ദന എന്നാണ്. അപ്പൊ അതുപോലെ നമ്മുടെ വീട്ടിന്റെ അടുത്തും അവിടെ ഇവിടെയൊക്കെ കുറെ നമ്മൾ കേട്ടിട്ടുണ്ട് നന്ദന എന്നുള്ള പേര്. എന്താണ് നന്ദന എന്ന പേരിന്റെ അർത്ഥം? എന്താ ബിന്ദുമ്മേ, നന്ദന എന്നുള്ള പേരിന്റെ അർത്ഥം എന്താ? ബിന്ദുമ്മയുടെ മോളുടെ പേര് നന്ദന എന്നാ. നമുക്ക് ചോദിച്ചു നോക്കാലോ. നന്ദന എന്നാൽ എന്താണ് അർത്ഥം? വേഗം പറയും. ആനന്ദിപ്പിക്കുന്നവൻ. മനസ്സിലായോ? നന്ദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദിപ്പിക്കുന്നവൻ. നമ്മളെ സന്തോഷിപ്പിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. അപ്പൊ നന്ദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദിപ്പിക്കുന്നവൻ. ക്ലിയർ? ഇനിയോ നന്ദഹ. നന്ദന കഴിഞ്ഞാൽ നന്ദഹ. നന്ദഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സകലവിധമായ സിദ്ധികളോടും കൂടിയവൻ. ഭഗവാനെ എന്തുകൊണ്ടാണ് നന്ദഹ എന്ന് വിളിക്കുന്നത്? സകലവിധമായ സിദ്ധികളോടും കൂടിയത് കൊണ്ട് ഭഗവാനെ നമ്മൾ നന്ദഹ എന്ന് വിളിക്കുന്നു. ഓക്കെ, അതായത് അനന്തഹ എന്നുള്ള ആ പദച്ഛേദം നമ്മള് നന്ദഹ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അനന്തഹ എന്നുള്ള ആ പദം, ആ വാക്ക് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാല് വിഷയജന്യമായ സുഖമില്ലാത്തവൻ എന്നർത്ഥം. അതായത് നമുക്ക് എല്ലാവിധ നമ്മളുടെ ഉള്ളിലെ വിഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു, നമ്മുടെ അനാവശ്യ ചിന്തകളാണെന്ന് പറഞ്ഞു. ഒരു മിനിറ്റ്. ഹലോ ഹലോ, പറയൂ. അയ്യോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് ചെയ്യാം. ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നു, ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നാരായണ. സകലവിധമായ സിദ്ധികളോടും കൂടിയിരിക്കുന്ന, നമ്മൾക്ക് സന്തോഷം നൽകുന്ന എല്ലാവിധ തെറ്റായ ചിന്താഗതികളെയും നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തു കളയുന്ന ആ ഒരു ആനന്ദ സ്വരൂപത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നന്ദഹ എന്ന് പറയുന്നത്. മനസ്സിലായോ? സത്യധർമ്മ. സത്യധർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യങ്ങളായ ജ്ഞാനം മുതലായ ധർമ്മങ്ങളോട് കൂടിയവൻ. സത്യങ്ങളായ ജ്ഞാനം മുതലായ ധർമ്മങ്ങളോട് കൂടിയവൻ. സഞ്ജു ആണ് വിളിച്ചത്. 2-3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്യുന്നതോറും പിന്നെയും വിളിക്കാം. മെസ്സേജ് ഇട്ടാൽ അത് നോക്കൂല. ഒന്ന് പറഞ്ഞേക്കട്ടെ കേട്ടോ. സത്യധർമ്മ, സത്യങ്ങളായ ജ്ഞാനം, ഓക്കെ, മുതലായ ധർമ്മങ്ങളോട് കൂടിയവൻ. മനസ്സിലായി? അപ്പം സത്യം, ധർമ്മം, ഇതാണ് ഭഗവാന്റെ ആ ഒരു പരമമായിരിക്കുന്ന മാനദണ്ഡം എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാനെ ആരാധിക്കും തോറും നമ്മൾക്ക് ലഭിക്കുന്നത് എന്താണ്? ധാർമ്മികമായ ചിന്താരീതികള്, ധാർമ്മികമായ ജീവിതം, സത്യധർമ്മ, സത്യം, അതുപോലെ ഭഗവാൻ നൽകുന്ന എല്ലാ കാരുണ്യവും നമ്മൾക്ക് എല്ലാം പോസിറ്റീവ് എനർജിയാണ്. മനസ്സിലായോ? വളരെയധികം പോസിറ്റീവ് എനർജിയാണ് ഭഗവാനെ ധ്യാനിക്കുമ്പോൾ കിട്ടുന്നത്. ഈ പോസിറ്റീവ് എനർജിയിലൂടെ നമ്മുടെ ചിന്തകളിൽ വരുന്ന എല്ലാ തെറ്റായ രീതിയിലുള്ള കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുകയാണെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക? ആനന്ദകരമായ ഒരു ജീവിതം തന്നെ നമുക്ക് ലഭിക്കുന്ന പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ നന്ദഹ എന്ന് പറയുന്നത്, ആനന്ദ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ത്രിവിക്രമ. ത്രിവിക്രമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലോകങ്ങളിലും വ്യാപ്തമായ വിക്രമങ്ങളോട് കൂടിയവൻ. ഹലോ, 2 മണിയാവേ ഷൂട്ട് കഴിയാൻ നൈറ്റില്. 2 മണിയാവും ഷൂട്ട് കഴിയാൻ. ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്ക് 4 മണിയാവും. നാളെ തിരിച്ച് രാവിലെ 10 മണിക്ക് ഷൂട്ടുണ്ട്. ഓക്കെ, ഞാൻ വിളിക്കാം. പിന്നെയോ ത്രിവിക്രമ. ത്രിവിക്രമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലോകങ്ങളിലും വ്യാപ്തമായ വിക്രമങ്ങളോട് കൂടിയവൻ. 3 ലോകങ്ങളിലും ഭഗവാനുണ്ട്. മനസ്സിലായില്ലേ? 3 ലോകങ്ങളിലും ഭഗവാന്റെ ആ ഒരു പാദവിന്യാസങ്ങൾ, അദ്ദേഹത്തിന്റെ പാദം,
ആ പാദം പതിയുന്നെടുത്ത് നമുക്ക് എന്താ ലഭിക്കുന്നത്? അത്രയും ആനന്ദ അനുഭൂതിയാണ് ലഭിക്കുന്നത്. അപ്പൊ ഇത് 3 ലോകങ്ങളിലും ആ ആനന്ദ അനുഭൂതി ഉണ്ടെന്നാ പറയുന്നത്. നമ്മളിപ്പം തൽക്കാലം 3 ലോകങ്ങൾ പഠിച്ചാൽ മതി, കുറെ ലോകങ്ങളുണ്ട്. ആ എല്ലാ ലോകങ്ങളിലും അദ്ദേഹത്തിന്റെ ആ ഒരു പാദത്തിന്റെ അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, 3 ലോകങ്ങളിലും വ്യാപ്തമായിരിക്കുന്ന പാദവിന്യാസങ്ങളോട് കൂടിയത് കൊണ്ട് ഭഗവാനെ നമ്മൾ ത്രിവിക്രമ എന്ന് വിളിക്കുന്നു. ക്ലിയർ? ത്രിവിക്രമ എന്ന് വിളിക്കുന്നു. അപ്പോ 56-ാമത്തെ ശ്ലോകത്തില് അജോ മഹാർഹ സ്വാഭാവ്യോ ജിതാമിത്ര പ്രമോദനഃ, പിന്നെയോ ആനന്ദോ നന്ദനോ നന്ദഃ സത്യധർമ്മ ത്രിവിക്രമ എന്ന് വെച്ച് കഴിഞ്ഞാല് വിഷ്ണുവിൽ നിന്ന് ജനിച്ച കാമദേവന്റെ സ്വരൂപത്തിലുള്ള പൂജയെല്ലാം അർഹിക്കുന്ന നിത്യസിദ്ധനായിരിക്കുന്ന സ്വാഭാവികമായി ഉത്ഭവമില്ലാതിരിക്കുന്ന രാഗദ്വേഷികളായിരിക്കുന്ന നമ്മുടെ ഉള്ളിലെ എല്ലാ ചിന്തകളെയും തെറ്റായ നമ്മുടെ പ്രവൃത്തികളെയും നമ്മുടെ മനസ്സിലെ കലുഷിതമായ എല്ലാ കാര്യങ്ങളെയും പുറന്തള്ളി പുറമേയുള്ള ഈ രാവണാദികളെ പോലുള്ള അസുരഗണങ്ങളെ എല്ലാം ജയിക്കുന്ന തന്റെ ആത്മസ്വരൂപമായിരിക്കുന്ന അമൃതരസത്തെ ആസ്വദിക്കുന്ന എപ്പോഴും പ്രമുഖനായിരിക്കുന്ന ധ്യാനിക്കുന്നവർക്ക് സന്തോഷം നൽകുന്ന ആനന്ദരൂപമായ സ്വരൂപമുള്ള ആനന്ദിപ്പിക്കുന്ന സകലവിധമായ സിദ്ധികളോടും കൂടിയ സത്യങ്ങളായിരിക്കുന്ന ജ്ഞാനം ധർമ്മം മുതലായിരിക്കുന്ന ആ ധാർമ്മികതയെല്ലാം നമ്മളിൽ നിറച്ചു നൽകുന്ന 3 ലോകങ്ങളിലും വ്യാപ്തമായ വിക്രമപാദ വിന്യാസങ്ങളോട് കൂടിയിരിക്കുന്ന ആ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. ക്ലിയർ? 56-ാമത്തെ ശ്ലോകം മനസ്സിലായോ? നമുക്ക് വേഗം എടുത്തു പോവാം. എന്താ പറയാ, അടുത്ത ഷോട്ട് റെഡി ആകുമ്പോഴത്തേക്കും ഒരു 4-5 ലൈൻസ് പറഞ്ഞാ സന്തോഷം. ഒരു ക്ലാസ് ആയല്ലോ, അതുകൊണ്ട്. ഓക്കെ, ഇനി 57-ാമത്തെ ശ്ലോകമാണ്. 57-ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ മഹർഷി കപിലാചാര്യ കൃതജ്ഞോ മേദിനീപതി. മഹർഷി കപിലാചാര്യ കൃതജ്ഞോ മേദിനീപതി. ബിന്ദമ്മ ഫുഡ് വേണേ കഴിച്ചോളൂ, ഞാൻ പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് കഴിച്ചോളൂ. എപ്പോഴെങ്കിലും ബിന്ദമ്മ കഴിച്ചോളൂ, എന്നിട്ട് വേണേ കുറച്ചേരം കിടന്നുറങ്ങും. മഹർഷി കപിലാചാര്യ കൃതജ്ഞോ മേദിനീപതി. ത്രിപദസ്ത്രീ, ശ്രദ്ധിച്ചു വായിക്കണേ. ത്രിപദസ്ത്രീ ദശാധ്യാക്ഷോ. ത്രിപദസ്ത്രീ ദശാധ്യാക്ഷോ മഹാശൃംഖ കൃതാന്തകൃത്. വായിക്കാൻ കിട്ടിയോ? മഹർഷി കപിലാചാര്യ കൃതജ്ഞോ മേദിനീപതി ത്രിപദസ്ത്രീ ദശാധ്യാക്ഷോ മഹാശൃംഖ കൃതാന്തകൃത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 57-ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം, മഹർഷി കപിലാചാര്യ എന്ന് പറഞ്ഞാൽ മഹർഷിയായും ആചാര്യനായും ഇരിക്കുന്ന കപില മൂർത്തി സ്വരൂപത്തിലുള്ളവൻ. ആരാണ്? ഭഗവാൻ. അപ്പൊ കപിലമൂർത്തി ആരാണ്? ഭഗവാനാണ്. സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് കപിലമൂർത്തി. അപ്പോ ഇവിടെ കപിലാചാര്യൻ എന്ന് പറയുന്നത് ഭഗവാനെ തന്നെയാണ്. ഇവിടെ എന്നല്ല, പൊതുവെ കപിലാചാര്യൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ്. അപ്പൊ അദ്ദേഹം മഹർഷിയുടെ രൂപത്തിലുണ്ട്, കപിലാചാര്യന്റെ രൂപത്തിലുണ്ട്. ഓക്കെ, അതായത് ആചാര്യന്റെ രൂപത്തിലും ഇരിക്കുന്നുണ്ട്, മഹർഷിയുടെ രൂപത്തിലും ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന കപിലമൂർത്തി സ്വരൂപത്തിലുള്ള ആ ഭഗവാനെ നമ്മൾ മഹർഷി കപിലാചാര്യ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനിയോ കൃതജ്ഞ എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യരൂപമായിരിക്കുന്ന ജഗത്തും ആത്മാവുമായിരിക്കുന്നവൻ. കാര്യരൂപമായിരിക്കുന്ന ജഗത്ത്, ഈ ജഗത്തിലല്ലേ കാര്യമുള്ളത്? ഈ പ്രകൃതിയിലല്ലേ നമ്മൾ വസിക്കുന്നത്? ഈ പ്രകൃതിയിലല്ലേ നമ്മുടെ കർമ്മങ്ങളെല്ലാം നിശ്ചയിക്കുന്നത്?
ഈ കർമ്മം നിശ്ചയിച്ചിട്ടല്ലേ നമ്മുടെ ജീവിതത്തിൽ ഇരിക്കുന്ന പുനർജന്മം, നമ്മൾ നാളെ ജനിക്കണോ വേണ്ടേ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് തീരുമാനങ്ങൾ വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഈ ലോകത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന്, അല്ലെ? അപ്പോ കാര്യരൂപത്തിലാണ് ഈ ജഗത്ത് പ്രവർത്തിക്കുന്നത്, ഈ ലോകം പ്രവർത്തിക്കുന്നത്. അപ്പൊ കാര്യരൂപമായിരിക്കുന്ന ജഗത്തും ആത്മാവുമായിരിക്കുന്നവൻ, ആത്മാവും ഇത് തന്നെയാണ്, കാര്യരൂപമായിരിക്കുന്ന ജഗത്തും ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ കൃതജ്ഞ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ആ പ്രകൃതിയിലാണ്, കാര്യരൂപമായിരിക്കുന്ന ആ പ്രകൃതിയിലാണ് ആത്മാവ് ശരീരം എടുത്ത് വരുന്നത്. മനസ്സിലായോ? അപ്പം ഇവിടെ പ്രകൃതിക്കും ആ ആത്മാവിനും ഈ ജഗത്തിനും ഒരേ പ്രാധാന്യമാണ്. അപ്പൊ ഈ ജഗത്ത് ആണ് കാര്യങ്ങൾ നിർണയിക്കുന്നത്. മനസ്സിലായോ? ആ ലൈൻ മനസ്സിലായല്ലോ? ഇനി മേദിനീപതി. മേദിനീപതി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പതി. മേദിനീപതി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പതി. ആരാണ് ഭൂമിയുടെ പതി? ഭഗവാൻ. ഭഗവാനാണ് ഭൂമിയുടെ പതി. മനസ്സിലായോ? അപ്പൊ ഭൂമിയുടെ പകുതി ആരാണ്? നാരായണൻ. ക്ലിയർ? ഇനിയോ ത്രിപദഹ. ത്രിപദഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 പദങ്ങൾ ഉള്ളവൻ. 3 പദങ്ങൾ എങ്ങനെ ഉണ്ടെന്നാ നമ്മൾ പറയുന്നത്? 3 പദങ്ങളെ കൊണ്ടാണ് ലോകങ്ങൾ അളന്നത്. പാദം, പദം എല്ലാം കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഈ 3 പദങ്ങൾ കൊണ്ടാണ് വാമനമൂർത്തിയെ ഭഗവാൻ എന്ത് ചെയ്ത് 3 ലോകങ്ങളും അളന്നെടുത്തത്, അല്ലെ? മഹാബലിയുടെ കഥയൊക്കെ നമ്മൾ പഠിച്ചതാണ്, മഹാബലി ചക്രവർത്തിയുടെ. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ ത്രിപദ എന്ന് വിളിക്കുന്നു. മഹാബലി ചക്രവർത്തിയുടെ കഥയും വാമനമൂർത്തിയുടെ കഥ അറിയുന്നല്ലേ? അപ്പൊ ആ 3 ലോകങ്ങളും 3 പാദങ്ങൾ കൊണ്ട് അളന്നത് കൊണ്ടാണ് ഭഗവാനെ ത്രിപദ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനിയോ ത്രിദശാധ്യക്ഷ. ത്രിദശാധ്യക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാല് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നിങ്ങനെ 3 ദശകളുടെ സാക്ഷിയാണ് ഭഗവാൻ. ഓക്കെ. 3 ദശകളുടെ സാക്ഷി. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. അതായത് ഉറക്കത്തിന്റെ 3 അളവുകളാണ് പറയുന്നത്. അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വേറെ നമ്മൾ ഗരുഡ പുരാണം എടുക്കുമ്പോൾ അതിൽ കുറച്ചുകൂടെ വ്യാപ്തമായിട്ട് ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്നു, ആലോചനകൾ പോകുന്നു, നന്നായിട്ട് എന്താണ് സ്വപ്നം കണ്ടുകൊണ്ടേ വേറെ ഏതോ ലോകത്തിലേക്ക്, സുഷുപ്തിയിലേക്ക് മാറിപ്പോണം. അങ്ങനെ 3 രീതിയിൽ നമുക്ക് പോവാം, വളരെ സിമ്പിൾ ആയിട്ട്. ഇങ്ങനെ 3 ദശകളുടെ സാക്ഷി ആരാണ്? സാക്ഷാൽ ഭഗവാനാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ പറയുന്നത്? ഭഗവാനെ ത്രിദശാധ്യക്ഷ. ത്രിദശാധ്യക്ഷ എന്ന് പറയുന്നു. ഓക്കെ. മഹാശൃംഖ. മഹാശൃംഖ എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാശൃംഖ എന്ന് പറഞ്ഞ മഹാശൃംഖമുള്ള മത്സ്യരൂപം ധരിച്ചവൻ. മത്സ്യരൂപം ധരിച്ചിരിക്കണം ആര്? വരാഹമൂർത്തിയുടെ കഥയും മത്സ്യ അവതാരത്തിന്റെ കഥയൊക്കെ നമുക്കറിയാം, വാമനമൂർത്തിയുടെ കഥ. അങ്ങനെ ഒരുപാട് അവതാരങ്ങൾ ഭഗവാൻ എടുത്തിട്ടുണ്ട്. അതില് മത്സ്യരൂപത്തില് ഭഗവാൻ വന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മഹാശൃംഖ എന്ന് പറയുന്നത്. മഹാശൃംഖ എന്ന് പറയാൻ കാരണം എന്താ? മത്സ്യരൂപത്തില് അവതരിച്ചത് കൊണ്ട്. പിന്നെയോ കൃതാന്തകൃത്. കൃതാന്തകൃത്. കൃതാന്തകൃത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മു അമ്മു ഒരു ക്ലോസ് സപ്പോസ് വിളിച്ചാ പറയണേ. കൃതാന്തകൃത്. കൃതാന്തകൃത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യരൂപമായിരിക്കുന്ന ജഗത്തിന്റെ അന്തത്തെ ചെയ്യുന്നവൻ. പിന്നെയോ കൃതാന്തമായ മൃത്യുവിനെ കൃന്ദനം ചെയ്യുന്നവൻ. അല്ലെ? നമുക്ക് മൃത്യു വരണോ വരണ്ടേ എന്ന് ആരാ നിർണയിക്കുന്നത്? നമ്മളല്ല, ഭഗവാനാണ്. ഭഗവാൻ നമുക്ക് നൽകിയ ഈ ഒരു ശരീരം അത് നശിപ്പിക്കാനും നമുക്ക് അർഹതയില്ല, അനുവാദമില്ല. മരണത്തെ സ്വയം വരിക്കാനും നമുക്ക് അനുമതിയില്ല. അങ്ങനെ ചെയ്യുന്നത് മഹാപാപമാണ്. അതുകൊണ്ട് ആത്മഹത്യ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ആംഘ അല്ല കേട്ടോ റീന മാതാജി, ഗംഗയുടെ ഗ. ഈ ഗ മഹാ ശൃങ്ങിട്ടിട്ട് ശ്രീന്നിട്ട് പൂജ ഇട്ടിട്ട് ഗംഗയുടെ ഗ, മഹാശൃംഖ. കൃതാന്തകൃത് കാര്യരൂപമായിരിക്കുന്ന ജഗത്തിന്റെ അന്തത്തെ ചെയ്യുന്നവൻ. അതായത് ഈ ലോകം നശിപ്പിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? ഭഗവാനാണ്. അപ്പൊ ഈ ലോകത്തിനെ നിലനിർത്താനും നശിപ്പിക്കാനും ആർക്ക് അവകാശമുണ്ട്? ഭഗവാന്. അങ്ങനെ ഭഗവാന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് കാലചക്രം സഞ്ചരിച്ചു കൊണ്ടുപോകുന്ന ഈ ലോകത്തിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഇത് നമ്മളുടെയാണ്, എന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? അഹങ്കരിക്കാൻ പാടില്ല. മനസ്സിലായോ? അപ്പം അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അപ്പൊ ഭഗവാനാണ് ഇവിടെ എല്ലാ തരത്തിലും എല്ലാം നിലനിർത്തി മുന്നോട്ട് പോണത്. അല്ലാതെ നമ്മൾ ഒരിക്കലും നമ്മളുടേതാണ് ഈ ലോകം, അല്ലെ നമ്മുടെ തീരുമാനമാണ്, നമ്മൾ വിചാരിച്ചിട്ടാണ് ഇത് നടക്കുന്നത് അത് നടക്കുന്നത് എന്ന ഒരു ചിന്ത നമ്മൾക്ക് ഉണ്ടാവാനേ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ?
അപ്പൊ ഈ ലോകത്തിൽ നമ്മളായിട്ട് ഒന്നും സമ്പാദിക്കുന്നില്ല, എല്ലാം അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതാണ്. അത് നമ്മൾ അനുഭവിക്കുന്ന വ്യക്തികൾ മാത്രമാണെന്നുള്ള ആ ഒരു വ്യക്തമായ ബോധം ആദ്യം നമുക്ക് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്തായി, നമ്മളുടെ ഒരു അഹങ്കാര ബോധം പുറത്തു വരും. ക്ലിയർ? അത് പുറത്തേക്ക് അങ്ങോട്ട് പോകും, അഹങ്കാര ബോധം. അതുകൊണ്ട് എവിടെയും എത്താൻ കഴിയില്ല എന്നൊരു തോന്നൽ നമുക്ക് വരും. അപ്പോ ഈ കാര്യരൂപമായിരിക്കുന്ന ജഗത്തിനെ പോലും ഇല്ലായ്മ ചെയ്യുന്നത് ആരാണ്? ഭഗവാനാണ്. അന്തം, അന്തം എന്ന് പറഞ്ഞ അവസാനം. ഈ ലോകത്തെ പോലും ഇല്ലായ്മ ചെയ്യാൻ ആർക്ക് സാധിക്കും? ഭഗവാന് സാധിക്കും. എന്നാൽ ഈ ലോകം നിലനിർത്താൻ ആർക്ക് സാധിക്കും? ഭഗവാന് സാധിക്കും. ഇത് രണ്ടും ഒരു മനുഷ്യനെ കൊണ്ട് നടക്കില്ല, അല്ലെ? ഈ ഭൂമിയെ മൊത്തത്തിൽ ഇല്ലാതാക്കാൻ, പൂർണ്ണമായി ഇല്ലാതാക്കാൻ, ഇങ്ങനെ ഒരു ഭൂമി എന്ന് പറയുന്ന ഒരു ഗ്രഹത്തെ തന്നെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും? സാധിക്കില്ല. വെറും തോന്നലാണ്. എന്തെങ്കിലുമൊക്കെ അവശേഷിക്കും. പക്ഷെ ഭഗവാൻ ഇല്ലായ്മ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മകളിൽ നിന്ന് പോലും ഭഗവാൻ ഇല്ലാതാക്കി കളയും. അതാണ് ഭഗവാന്റെ ശക്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കാം. നമ്മള് മഹർഷി കപിലാചാര്യ കൃതജ്ഞോ മേദിനീപതി, മഹർഷി കപിലാചാര്യ കൃതജ്ഞോ മേദിനീപതി ത്രിപദസ്ത്രീ ദശാധ്യക്ഷോ മഹാശൃംഖ കൃതാന്തകൃത്. വായിക്കാൻ പറ്റിയോ? അതായത് മഹർഷിയായും ആചാര്യനുമായിരിക്കുന്ന കപിലമൂർത്തിയുടെ സ്വരൂപത്തിലുള്ള കാര്യരൂപമായിരിക്കുന്ന ജഗത്തും ആത്മാവുമായിരിക്കുന്ന ഭൂമിയുടെ പതിയായിരിക്കുന്ന 3 പാദങ്ങൾ കൊണ്ട് ഈ ലോകത്തെ, 3 ലോകത്തെയും അളന്നിരിക്കുന്ന ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നിങ്ങനെ 3 ദശകളുടെ സാക്ഷിയായിരിക്കുന്ന, മത്സ്യരൂപം എടുത്തിരിക്കുന്ന, കാര്യരൂപമായിരിക്കുന്ന ഈ ജഗത്തിന്റെ അവസാനം പോലും നിശ്ചയിക്കുന്ന ആ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. ഓക്കെ, ഇനി അടുത്തത് 58ാമത്തെ ശ്ലോകമാണ്. എന്താണ് 58ാമത്തെ ശ്ലോകം? മഹാവരാഹോ മഹാവരാഹോ ഗോവിന്ദ, മഹാവരാഹോ ഗോവിന്ദ സുഷേണഃ സുഷേണഃ കനകാംഗതി കനകാംഗതി ഗുഹ്യോ ഗുഹ്യോ ഗഭീരോ ഗുഹ്യോ ഗഭീരോ ഗഹനോ ഗഹനോ ഗുപ്തചക്ര ഗദാധര ഗുപ്തചക്ര ഗദാധര. വായിക്കാൻ കിട്ടിയോ? മഹാവരാഹോ മഹാവരാഹോ ഗോവിന്ദ സുഷേണ കനകാംഗതി ഗുഹ്യോ ഗഭീരോ ഗഹനോ ഗുപ്തചക്ര ഗദാധര ഗുപ്തചക്ര ഗദാധര എന്ന് വെച്ച് കഴിഞ്ഞാല് 58ാമത്തെ ശ്ലോകത്തില് മഹാവരാഹോ എന്ന് പറഞ്ഞാല് അവിടെ ഷൂട്ട് നടക്കുകയാണ്. ഞാൻ കുറച്ച് ശബ്ദം താഴ്ത്തും, ഒന്നും വിചാരിക്കേണ്ട, ശ്രദ്ധിച്ച് കേൾക്കും. മഹാവരാഹോ എന്ന് പറഞ്ഞാല് മഹത്തായ വരാഹ സ്വരൂപം എടുത്തവൻ. ഓക്കെ, മഹത്തായ വരാഹ സ്വരൂപം എടുത്തവൻ, അതാണ് മഹാവരാഹോ എന്ന് പറയുന്നത്. ഗോവിന്ദ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗോക്കളെ കൊണ്ട് അറിയപ്പെടുന്നവൻ. ഗോക്കളെ കൊണ്ട് ഭഗവാൻ അറിയപ്പെടുമ്പോ ഭഗവാൻ ഒരു പേരുണ്ട്, ഗോപാലൻ, ഗോപപാലൻ, ഗോപാലൻ. ഇതൊക്കെ ഭഗവാന്റെ പേരാണ്, അല്ലെ? അപ്പോ എന്താണ്? ഗോക്കളെ കൊണ്ട് അറിയപ്പെടുന്നത് കൊണ്ട് ഭഗവാനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഗോവിന്ദാന്ന് വിളിക്കും, അല്ലെ? മഹത്തായ വരാഹ രൂപം എടുത്തുകൊണ്ട് ഭഗവാൻ എന്തെന്ന് വിളിക്കും? മഹാവരാഹ എന്ന് വിളിക്കും. സുഷേണ, സുഷേണ എന്ന് പറഞ്ഞാൽ എന്താണ്? പാർഷദ രൂപമായിരിക്കുന്ന സായുധ സേനയോട് കൂടിയവൻ. പാർഷദ രൂപമായിരിക്കുന്ന സായുധ സേനയോട് കൂടിയവനാണ് ആര്? സുഷേണ എന്ന് പറയുന്നത്. ഓക്കെ, സുഷേണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി എന്താണ്? പാർഷദ രൂപമായിരിക്കുന്ന സായുധ സേനയോട് കൂടിയവൻ. ഓക്കെ, കനകാംഗതി, കനകാംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കനകനിർമ്മിതമായ തോൾവളകളോട് കൂടിയവൻ. കനകനിർമ്മിതമായിരിക്കുന്ന തോൾവളകളോട് കൂടിയത് കൊണ്ടാണ് ഭഗവാനെ കനകാംഗതി എന്ന് വിളിക്കുന്നത്. ക്ലിയർ?
പിന്നെയോ ഗുഹ്യഹ. ഗുഹ്യഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യമായിരിക്കുന്ന ഉപനിഷത്ത് വിദ്യ കൊണ്ട് അറിയപ്പെടുന്നവൻ. രഹസ്യമായിരിക്കുന്ന ഉപനിഷത്ത്. ഓക്കെ, അങ്ങനെയുള്ള ഉപനിഷത്ത് വിദ്യകളെ കൊണ്ട് അറിയപ്പെടുന്നത് കൊണ്ട് ഹൃദയകോശമാകുന്ന ഗുഹയിലിരിക്കുന്നവൻ, അതായത് പരമാത്മാവിന്റെ രൂപത്തിൽ ഭഗവാൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? നമ്മുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു അല്ലെ. അപ്പം ഹൃദയത്തിന്റെ ഗുഹയിൽ ഭഗവാൻ ഇരിക്കുകയാണ്. ഗുഹ്യ, ഹൃദയത്തിന്റെ ഗുഹയിൽ ഭഗവാൻ ഇരിക്കുന്നത് കൊണ്ട് ഭഗവാനെ നമ്മൾ ഗുഹ്യ എന്ന് വിളിക്കുന്നു. ഇനി അതുമല്ലെങ്കിൽ രഹസ്യമായിരിക്കുന്ന ഉപനിഷത്ത് കൊണ്ട് അറിയപ്പെടുന്നത് കൊണ്ട് നമുക്ക് ഭഗവാനെ ഗുഹ്യ എന്ന് വിളിക്കാം. ഗഭീര. ഗഭീര എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനം, ഐശ്വര്യം, ഫലം, വീര്യം എന്നിവയാൽ ഗംഭീരനായവൻ. ജ്ഞാനം, ഐശ്വര്യം. ആർദ്ര കട്ടായിടൂ. ഞാൻ അവളുടെ ഫോണിൽ അവളുടെ ഹോട്ട്സ്പോട്ട് എടുത്തേക്കണേ. സോറി. പോവില്ലേ? ഇല്ല, കോള് വന്നാ പോവില്ല. എനിക്ക് കോള് വന്നാൽ വാട്സപ്പ് കോള് വിളിക്കാം. പക്ഷെ ഈ ലൊക്കാലിറ്റിന്ന് പോകരുത്. ആ, അപ്പൊ ഗഭീര. ഗഭീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം, ഐശ്വര്യം, ഫലം, വീര്യം എന്നിവയാൽ ഗംഭീരനായവൻ. അതുകൊണ്ടാണ് ഭഗവാൻ എന്തെന്ന് വിളിക്കുന്നത്? ഗഭീര എന്ന് വിളിക്കുന്നത്. ഒരാളെ കാണിച്ചു തരാം. ഗഭീര എന്ന് വിളിക്കുന്നത്. ഓക്കെ, മാഡം ഇരിക്കണ ഇരിപ്പുണ്ടാ? 4 ദോശയൊക്കെ വെട്ടിയിട്ട്. അതെന്റെ ഹെയർ ഡ്രസ്സർ ചേച്ചി. എന്റെ ഹെയർ ഇങ്ങനെ ആക്കിയ ചേച്ചിയാണ് ആ ചേച്ചി. ഇതെന്റെ ഫ്രണ്ട്, കോ ആർട്ടിസ്റ്റ് കരേൻ. ഇനി ആർദ്രയുണ്ട്. ഇത് ആർദ്രയുടെ അമ്മ. ചേച്ചി തിരുവനന്തപുരത്താ. അവര് ട്രിവാൻഡ്രത്ത് നിന്ന് വന്നതാ. ഇവിടെ കുക്കു FM-ന്റെ വർക്ക് നടക്കാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറേ പാവം ആർട്ടിസ്റ്റുകൾ അല്ലേ, ഉറക്കൊഴിച്ച് പാവായിട്ട് ഇരിക്കുക ഞങ്ങള്. അമ്മ 2 മണിക്ക് മേലതാ. ഇല്ലല്ല, RK സാറ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് ഗേൾസിനെ എല്ലാം പെട്ടെന്ന് വിടുന്നു. എപ്പോഴാന്നറിയോ? 2 മണിക്ക്. എന്നിട്ട് ഞങ്ങള് 2 മണിക്ക് ആദ്യം ഞങ്ങള് ഗേൾസിനെ, ലേഡീസിനെ എല്ലാം വിട്ടിട്ട് നാളെ രാവിലെ ഞങ്ങൾ ഒരു 10 മണിക്ക് വിളിക്കും. നാളേക്ക് 10 മണിക്ക് തന്നെ ഷൂട്ട്. 7 മണിക്കോ? ആരോട് പറഞ്ഞു? അയ്യോ, 2 മണിക്ക് പോയിട്ട് 7 മണിക്ക് വരാൻ പറ്റില്ല. ആ, ഇപ്പൊ വിട്ടേ 7 മണിക്ക് വരാം. സ്വാമി, നടക്കൂല. അയ്യോ, രക്ഷയില്ലപ്പ. ഇനി ഇന്നലെ നമ്മള് പോയതേ 11:45, 12 മണിക്ക്. എന്നിട്ട് പോയി ഡബിങ് കഴിഞ്ഞിട്ട് തിരിച്ച് രാവിലെ ഇവിടെ 5 മണിക്ക് എത്തി. நம்ம பிந்து பாட்டி நல்லா சாப்பிட்டு சந்தோஷமா இருக்கிறேன். எந்த பிரச்சனையும் இல்லை. நல்லா தூங்கி நல்லா சாப்பிட்டு നല്ല സന്തോഷமா ഇങ്ങ സുത്തിട്ട് இருக்கிறேன். അപ്പൊ ഗഭീര എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ജ്ഞാനം, ഐശ്വര്യം, ഫലം, വീര്യം ഇതുകൊണ്ടൊക്കെ ഗംഭീരമായതുകൊണ്ടാണ് ഭഗവാനെ ഗഭീര എന്ന് വിളിക്കുന്നത്. ഇനിയോ ഗഹനഹ. ഗഹനഹ എന്ന് പറഞ്ഞാല് പ്രയാസപ്പെട്ടത് മാത്രം പ്രവേശിക്കത്തക്കവൻ. ജാഗ്രത് തുടങ്ങിയ 3 അവസ്ഥകളുടെ ഭാവഭാവങ്ങളുടെ സാക്ഷി. അതിപ്പോ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, പ്രയാസപ്പെട്ടത് മാത്രം ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ, നമ്മൾ മനുഷ്യന്മാര് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിന്റെ ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ? അപ്പൊ താങ്ക്സ് അമ്മ. നമുക്ക് സഹിക്കാൻ പറ്റുന്നതിന്റെ ഒരു ലിമിറ്റ് ഉണ്ട്. ഈ സഹനത്തിന്റെയും അപ്പുറമാണ് ആര് താങ്ങുന്നത്? ഭഗവാൻ താങ്ങുന്നത് അല്ലെ? അപ്പൊ അതുകൊണ്ട് പ്രയാസപ്പെട്ടത് മാത്രമാണ് ആര് എടുക്കുന്നത്? ഭഗവാൻ എടുക്കുന്നത്. നമുക്ക് എന്തെങ്കിലും വലിയ പ്രയാസം വന്നാൽ നമ്മൾ വേഗം പോയി സഹിക്കാൻ പറ്റാത്തതൊക്കെ ആകുമ്പോ ഭഗവാന്റെ അടുത്ത് പോയി പറയും ഇല്ലേ? ഭഗവാനെ സഹിക്കാൻ പറ്റുന്നില്ല, അങ്ങ് രക്ഷിക്കണം എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് എന്താണ് പ്രയാസപ്പെട്ടത് മാത്രം എന്താണ് അതാണ് ഭഗവാനിലേക്ക് നമ്മൾ കൊടുക്കുന്നത് അല്ലെ? നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ സഹിച്ചിട്ട് പോവും.
ആ ഇതൊക്കെയാണ് ജോലി. നിങ്ങളൊക്കെ രാവിലെ ഒരു 9:30-10 മണിക്ക് അങ്ങോട്ട് ഇറങ്ങി വൈകിട്ട് ഒരു 5-6 മണിക്ക് വരുന്നത് അയ്യോ 10 എന്ന് പറഞ്ഞ് ടയർഡെന്നും പറഞ്ഞ് കിടക്കും. നമ്മുടെ ജോലി ഇങ്ങനെയാണ്. നിങ്ങൾ 20 മിനിറ്റ് കാണുന്ന സീരിയലോ സിനിമയുടെ പിന്നിൽ നടക്കുന്ന പ്രയാസങ്ങൾ ഇതാണ്. ഞങ്ങൾ ഉറങ്ങും. ദേ ഇവിടെ കാണിച്ചിരാം, ഞങ്ങളുടെ റൂം കാണിച്ചിരാം. കണ്ടോ, ഇതൊക്കെ ഞങ്ങളുടെ ബ്രീഫ് കേസ്, ഞങ്ങളുടെ ബെഡ് എല്ലാം വാരി വലിച്ചിട്ടിരിക്കണം. അതൊന്നും നോക്കണ്ട, അതൊക്കെ ചെറവറയെന്ന് പറഞ്ഞിട്ടോ. ഇവിടെയാണ് ഞങ്ങൾ കിടക്കുക അല്ലേടാ? അതെ, ആകെ മൊത്തം വൃത്തികേടായിരിക്കും. ഞങ്ങളിങ്ങനെ കോസ്റ്റ്യൂം അത് ഇതൊക്കെ അപ്പം ഇങ്ങനെ മേക്കപ്പ് ചെയ്തും അതൊക്കെ ഇങ്ങനെ വാരി വലിച്ചിടും. അപ്പൊ ഊരി 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 ഇട്ടിട്ട് അടുത്തടുത്തിട്ടിട്ട് ഓടിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് വന്നിട്ട് തല തിന്നുകൊണ്ടിരിക്കും, വായോ 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 എന്നും പറഞ്ഞിട്ട്. അപ്പൊ സമയം കിട്ടുമ്പോ ഇപ്പൊ എന്റെ ഷൂട്ടില്ല, ഞാൻ ഈ സമയത്ത് ക്ലാസ് എടുക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ഈ ബെഡിൽ വന്ന് കുറച്ചു നേരം ഇങ്ങനെ കണ്ണടയ്ക്കും. പക്ഷെ കണ്ണടയ്ക്കുമ്പോ എന്താണ്, നമ്മളെ മേക്കപ്പ് പോവരുത്, ഹെയർ പോയി പോവരുത്, കോസ്റ്റ്യൂം ഒരുമാതിരി ആവരുത്, അതൊന്നും ആവാതെ കണ്ണടയ്ക്കുക. ആ റെസ്റ്റേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ റെസ്റ്റ് ഇല്ല. ഇങ്ങനെയാണ് നമ്മളുടെ വർക്ക്. പക്ഷെ നമ്മൾ വളരെ ആസ്വദിച്ച് ചെയ്യുന്നു, സന്തോഷമായിട്ട് ചെയ്യുന്നു. ഭഗവാന്റെ ദേവിയുടെ കാരുണ്യം. അഭിനയം എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. എങ്ങനെയാ അത് മറ്റൊരു വ്യക്തിയെ അവരായി നമ്മൾ മാറുകയാണ് അല്ലേ? അപ്പൊ അങ്ങനെ ആയി മാറാൻ ഉള്ള കഴിവെന്ന് പറയുന്നത് ഭഗവാൻ തരുന്ന ഒരു അനുഗ്രഹമാണ്. പിന്നെ ഇവിടെ എല്ലാവരും ചിരിച്ചും കളിച്ചും വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ പോകും. എനിക്ക് റെഡിയാ, ഒരു 2 മിനിറ്റ്സ് ടൈം. ഏത് കോസ്റ്റ്യൂം? ഓക്കെ റെഡി. ആതിര പുറത്ത് കഴിക്കാൻ പോയിട്ടിരിക്കാം. അല്ല, ആതിര വന്നു കഴിഞ്ഞാലല്ലേ എനിക്കുള്ളൂ. ഓക്കെ ഓക്കെ റെഡി. ഇതെടുത്തിപ്പോ ഗുപ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്ക്, മനസ്സ് മുതലായവയ്ക്ക് വിഷമമില്ലാത്തവൻ. ആർദ്രയെ വിളിക്കും, ഷോർട്ട് റെഡി എന്ന് പറയും. അപ്പോ വാക്ക്, മനസ്സ് മുതലായവയ്ക്ക് വിഷയമില്ലാത്തവൻ, അതായത് ഭഗവാന്റെ വാക്ക്, മനസ്സ് ഇതൊന്നും ഒരു വിഷയമേ അല്ല. കാരണം എന്താ, അദ്ദേഹത്തിന്റെ ഒരു വാക്ക് കിട്ടാൻ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം കിട്ടാൻ എല്ലാം നമ്മളിങ്ങനെ കൊതിച്ചിരിക്കുകയാണ് അല്ലേ? കഴിച്ചില്ല അമ്മ, ഫുഡ് ഇവിടെ ഉണ്ട്. ഇപ്പൊ ഷോർട്ട് റെഡിയായി. ഇനി എപ്പോഴെങ്കിലും ഇതുപോലെ ഒരു 10 മിനിറ്റ് സമയം കിട്ടിയാൽ കഴിക്കാം. ஆறுதரா வெளியே இருக்கிறது அந்த ஹேரை காட்ட மட்டும் கொஞ்சம் வர சொல்லுடா, ஒரு 2 മിനിറ്റ്സ് സീക്രം വர சொல்லு. അതിന് പറയുന്നു നമുക്ക് 2 മിനിറ്റ്സ് ടൈം ഉണ്ട്. அந்த ഹെയറൊക്കെ மட்டுം கொஞ்சம் കൂട്ടുക. ചക്രഗദാധര, ചക്രഗദാധര എന്ന് വെച്ചാൽ മനസ്തത്വസ്വരൂപമായിരിക്കുന്ന ചക്രവും ബുദ്ധിതത്വരൂപമായിരിക്കുന്ന ഗദയും ധരിച്ചവൻ. ഇതിന് ഹെയർ വിളിക്കേ, ഗീത ചേച്ചി വിളിക്കേ. മനസ്തത്വരൂപമായിരിക്കുന്ന ചക്രവും ബുദ്ധിതത്വരൂപമായിരിക്കുന്ന ഗദയും. അപ്പൊ മനസ്സാണ് എന്ത്, ഭഗവാന്റെ സുദർശന ചക്രം. പിന്നെ ബുദ്ധിതത്വരൂപമായിരിക്കുന്ന ഗദ, ബുദ്ധി എന്ന് പറഞ്ഞ ഭഗവാന്റെ ഗദയാണ്. അപ്പൊ അത് രണ്ടും മനസ്സിൽ ഓർത്ത് വെക്കുക. ഓക്കെ, മനസ്തത്വ ഞാൻ കാണിച്ചു തരാം, ലൊക്കേഷൻ കാണിച്ചു തരാം നിങ്ങൾക്ക് പോകാതെ. അതിൽ പോകുമ്പോ വൈഫൈ കൂടെ വരട്ടു. ക്യാമറ കൂടെ ചാടട്ടു. മനസ്തത്വരൂപമായിരിക്കുന്ന ചക്രവും ബുദ്ധിതത്വരൂപമായിരിക്കുന്ന ഗദയും ധരിച്ചവൻ, അതാണ് ഭഗവാൻ. ഓക്കെ, അപ്പൊ അത്രയും കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങള്. അപ്പൊ ഇത്രയും പഠിച്ചല്ലോ നമ്മളപ്പോ ഇന്ന് എത്ര ശ്ലോകം പഠിച്ചു എന്ന് ഓർത്തിരിക്കുക, മറക്കാതെ ഇരിക്കുക. അപ്പൊ സ്റ്റാർട്ടായി, ഞാൻ പോവാണ്, വേറെ വഴിയില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ ഷോട്ട് തുടങ്ങി. ലൊക്കേഷൻ കാണണോ നിങ്ങൾക്ക്? കാണണമെങ്കിൽ കൊണ്ടുപോകാം. കാണണോ? ലൊക്കേഷൻ കാണണോ? നല്ല രസമാണ് കാണാൻ. ആ ലൊക്കേഷൻ കാണണോ ആർക്കെങ്കിലും? ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്ന ലൊക്കേഷൻ കാണിച്ചു തരാം. കാണാനുണ്ടോ? ആഗ്രഹമുണ്ടോ ആർക്കെങ്കിലും ലൊക്കേഷൻ കാണാൻ? വേഗം പറയും, അല്ലെ ഞാൻ ലൈവ് കട്ട് ചെയ്യും. ലൊക്കേഷൻ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ പറയും, ഞാൻ കാണിച്ചു തരാം. കാണണോ? 58 വരെ കാണണം. ലാലി മാതാജി. ഓക്കെ, കാണിച്ചുതരാം, കാണിച്ചുതരാം. ഇനി ഈ സീൻ കഴിഞ്ഞിട്ട് ആ പുറത്തുനിന്നുള്ള സീനായിരുന്നു. ഇത് ലാസ്റ്റ് വെടിവെക്കുന്നതോ കത്തിയെടുത്ത് കുത്തുന്നതോ, ഷോക്ക്, അപമാനം, മാപ്പ് പറയുന്നു, ക്ലൈമാക്സ്. അതന്നെ ക്ലൈമാക്സ് ആണ്. അപ്പൊ അമ്മേ നാരായണ 58ാമത്തെ ശ്ലോകം ഇഷ്ടമുണ്ട്, കാണിച്ചുതരാം. അക്ക ഹെയർ മട്ടും ടച്ചപ്പ്
ബാഗ് 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 പോകാം കേട്ടോ. ആ മിറർ കാണിച്ചു തരാം. ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് പോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇപ്പടി ഇരിക്ക അപ്പടി ഇരിക്കറേന്ന് ചോദിക്കും. മിറർ എവിടെ? ഓക്കെ താനേ, ലിപ്സ്റ്റിക് ഓക്കെ താനേ. ഓ എല്ലാം എന്തൊക്കെയാ ഈ ലൈവില് കാണിക്കണേ? ക്ലാസ് എടുക്കുന്ന ലൈവാണ് ഇതൊന്നും. ഈ ലൈവ് ആരും ഷെയർ ചെയ്യണ്ട കേട്ടോ, നമ്മളെ മാത്രം വെച്ചാൽ മതി. ലൊക്കേഷൻ കാണിച്ചു തരാം. ലൊക്കേഷൻ പാക്കണമോ? கண்டிப்பா காணிச்சரா லொகேஷன் நான் போடுறதில்லக்கா. കാണിച്ചരാവേ. പപ്പ താഴേക്ക് പോ. ആർദ്ര റെഡി? റെഡിയാ? ഇല്ല ഗീതു. ഞാൻ പോട്ടെ. സെപ്പറേറ്റ് ക്ലോസ് ആയിരിക്കും. റെഡി? ബിന്ദമ്മേ അതവിടെ വെച്ചോ, അതവിടെ വെച്ചോളൂ. എനിക്ക് വേണ്ട. ആ ഫോൺ എടുത്തോ. ആ ഫോൺ എടുക്ക് ആർദ്രയുടെ. ഓക്കെ എന്റെ ഹെയർ അക്ക അത് വേണ്ട, അവിടെ വെച്ചോളൂ. അക്കയും കൂടെ വരിക. இந்த ഫോൺ വെച്ചിട്ട് കയ്യില് വെച്ചിട്ട്. ഗീതു ആ അത് വേണ്ട. ഇല്ല പ്രൊഡക്ഷനിൽ ചോദിച്ചോ ചേച്ചി. ഇല്ലടാ. ഗീതുന്റെ കയ്യിൽ ഉപ്പ് ഇരിക്കണ്ടോ ഗീതു? ആ ഇരിക്ക്. മുരിങ്ങ സൂപ്പ് ഉണ്ടാക്കിയില്ലേ? കാണിച്ചരാ ലൊക്കേഷൻ കാണിച്ചരാ കേട്ടോ. ഇവിടെ ഞങ്ങളൊരു ഫാമിലി പോലെ പാത്രമൊക്കെ ആയിട്ട് വരാം. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ നിന്ന് ഓരോന്ന് ഉണ്ടാക്കി കൊണ്ടുവരും. എന്നിട്ട് അതൊക്കെ തിന്നും. വെജ് ഓൺലി. ഒരു മിനിറ്റ്, ഇപ്പൊ ലൊക്കേഷൻ കാണിച്ചു തരാം കേട്ടോ. പോളമക്ക ഇത് കയ്യിൽ പിടിച്ചാ പോതും. അത് വൈഫൈ അതിലിരുന്നതാ. ആർദ്ര ഫോണ്. അമ്മ ഇല്ല, അത് ആർദ്ര ഫോണ്. ആമാ come on baby. ലൊക്കേഷൻ ദാ ഇത് നമ്മുടെ ഒരാസ് ലൈവ്. ബേബി ലൈവ് ഇടാ. യെസ് ഹായ്. ഇത് എൻ്റെ സ്വന്തം അനിയൻ അല്ലേ മുഖത്തെ? യെസ് ഓക്കെ സൂപ്പർ. പൊളിച്ചില്ലേ ബ്രോ? ഇത് ഞങ്ങളുടെ സ്വന്തം മാനേജർ, ഇത് ഞങ്ങളുടെ അസിസ്റ്റന്റ് ഡയറക്ടർ. കണ്ടോ? വാ ഹായ്. ഇത് നമ്മ മാനേജർ സർ ലൈവ്. ഇതും നമ്മളുടെ ക്ലോസ് ബോയ് ഫ്രണ്ട് ഇല്ല ലൈവ്. ചുമ്മാ തമാശക്ക് ചോദിക്കുക. ഇതൊക്കെ നമ്മളുടെ ഇവിടുത്തെ ഓരോരോ. ഹായ് ചക്കരേ, എന്ത് പറ്റി? ലൈവ്. അത് നമ്മുടെ നേഹക്കുട്ടി. ഇത് നമ്മുടെ അമ്മുക്കുട്ടി ലൈവ്. തണ്ണി എണ്ണ, കോഫി എണ്ണ, ഫുഡ് എണ്ണ. ഇത് ഞങ്ങളുടെ പ്രൊഡക്ഷൻ. ഇപ്പൊ അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റ് ഇല്ലേ, അവരുടെ ഷോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇതാണ് ഞങ്ങളുടെ അന്നദാതാവ് ലൈവ്. ഞങ്ങളുടെ ഫുഡ് അന്നദാതാവ്. അതോ ഇത് ഞങ്ങളുടെ സ്വന്തം ചേട്ടൻ. ഹായ്. പാവന് മലയാളം അറിയില്ല. ആമാ ആ സെറ്റെല്ലാം എടുക്കുന്നത് ഇദ്ദേഹമാണ്. കണ്ടോ എത്ര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. മിഡ് നൈറ്റും കൂടെ സെറ്റ് കാണിച്ചു. എല്ലാവർക്കും സുഖാണോ? ഭക്ഷണം കഴിച്ചോ? എല്ലാരും ഭക്ഷണം കഴിച്ചോ? ഉലകം മൊത്തമാ പാത്തിട്ടിരിക്കും. നമ്മുടെ ഇതോ സെറ്റ് ഉണ്ടോ? ഇത് കണ്ടോ? ഈ ആർട്ടൊക്കെ ചെയ്തിരിക്കുന്ന ആ ചേട്ടനാണ്. ഇത്രയും ഭംഗിയായിട്ട് നമ്മൾ സിനിമയിൽ കാണുന്ന പല പല കാര്യങ്ങളില്ലേ, അതൊക്കെ ചെയ്യുന്നത് ഈ ആർട്ട് ഡിപ്പാർട്ട്മെന്റ്. അതാ ഇത് നമ്മുടെ ചേട്ടൻ. ഓ ഗീതു ഇനി എൻ്റെ അയ്യോ ഇത് എൻ്റെ കവി
കവി കവി കവി ഇതാണ് കവി, നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ. ഞങ്ങളെ ആരെയും കവി കവി സേ ഹായ്. അവനാണെങ്കിൽ ഞങ്ങളെ ആരെയും ഇരുത്തൂല, ഓടിച്ചോണ്ടേയിരിക്കും. വേഗം റെഡിയാവും പറഞ്ഞിട്ട് സാപ്പില്ല. ക്ലാസ് പോയിട്ടിരുന്നത് ഭഗവത്ഗീത. എന്നെ பார்த்தா உனக்கு தெரியலையடா என்ன கிளாஸ்? பரவாயில்ல, இது ஒரே ஒரு சீன் தான் சொன்னாங்க. டைம் ஆகும், தெரிஞ்ச விஷயம். இல்லை அப்படியே வச்சுக்கோ. இப்போ அடுத்தது அக்கா என் பக்கத்துலேருந்து போகாதீங்க. அக்கா போயிடுச்சுன்னா அவ்வளோதான், വൈഫൈ കട്ടായിടും. കാണിച്ചത് ലൊക്കേഷൻ കാണിച്ചത്. ഇത് വലിയ ലൊക്കേഷനാണ്, ഇവിടെയൊക്കെ കുറേ ഉണ്ട്. ഓക്കെ, ഇതിപ്പം ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മുടെ കണ്ടോ മോനെ, ആയോ ചേച്ചിക്ക്? റെഡിയാണ്. ഇവരൊക്കെ സോളോ എടുത്തു കഴിഞ്ഞ ശേഷം നിങ്ങൾ 4 പേരാണ്. വരുൺ, ജെബിൻ ബ്രോ, അവരൊക്കെ എവിടെ? സുജിൻ, വരുൺ ഒക്കെ എവിടെ? ഇനി ഞാൻ വേറെ ആർട്ടിസ്റ്റുകളെ കാണിച്ചു തരാം. വേറെ നമ്മുടെ എന്താ സാന്ത്വനം സീരിയൽ അറിയില്ലേ? സാന്ത്വനം സീരിയലിലെ ശിവൻകുട്ടിയാണോ ശിവനാണോ? ശിവനെ കാണിച്ചു തരാം. സാന്ത്വനം സീരിയലിലെ ശിവനെ കാണിച്ചു തരാം. ഇപ്പം കാണിച്ചു തരാം. അവിടെ ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശിവനെ കാണിച്ചു തരാം. അവന് ഞാൻ ഈ സീരിയലിൽ കുറേ ചീത്ത പറഞ്ഞ് ശരിയാക്കും. കുറേ ബഹളമുണ്ടാക്കും. ഞങ്ങൾ തമ്മിൽ ഓപ്പോസിറ്റാണ്, ഞാനും ശിവനും. പാവം, നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കഥാപാത്രം. അതോ ഈ ചേട്ടനാണ് ഈ ബാനർ ചെയ്തത്. കണ്ടോ ഈ ബാനർ നോക്കിക്കേ, എത്ര ഭംഗിയായിരിക്കുന്നു. ആ ബാനർ ചെയ്ത ആളാണ് ഇതാ ഈ ചേട്ടൻ. സൂപ്പർന്ന്. എല്ലാരും அப்படிதான் சொல்லுது, சூப்பர். கண்டோ பாவம். சார் ரெடியா? அக்கா அந்த புடி லைவ் வந்துட்டேன் சார். നമ്മുടെ സാന്ത്വനം ശിവൻ. പറയണേ അപ്പൊ പോയി വേണ്ട. പുള്ളിക്കാരുടെ ലൈവ് കഴിച്ചു മോനെ നീ? എടാ അവൻ ലൈവ് പോവാ. ലൈവ് പോട്ടെ.
ലൈവിൽ മൊത്തം അമ്പിളിയുടെ ബാക്ക് സൈഡ് മാത്രമേ ഉള്ളൂ. അല്ല ഈ ഇതൊന്നും കാണി അമ്മ മനക്ക് ചോദിച്ചു, എന്റെ ഫാനാണ് ചോദിച്ചത്. ഉണ്ട്, ലൈവുണ്ട്, ലൈവിലാണ്, ലൈവ് കുറച്ചൊരു പിടിക്ക്. ഞാൻ എന്റെ കയ്യിൽ എത്ര ഫോണോ? 3 ഫോണോ? അവിടെ തന്നെ പിടിച്ചോ. ഞാനെങ്ങനെ ഈ 2 ഫോൺ വെച്ച് റെഡി ആകുന്നത്? நான் போட்டோ பார்த்தேன், சாரி. என்னோட போட்டோ தான் பார்த்தேன், தப்பா நினைச்சுக்காதீங்க. ബ്രോ ഓക്കെ തന്നെ. ജെബി, എനിക്കൊരു ഫോട്ടോ ഷൂട്ട് ചെയ്യണം. ജെബി, ഫോട്ടോ ഷൂട്ട് ചെയ്യണം. ഞാൻ കാര്യമായിട്ട് പറയാം, ഇപ്പൊ ഇല്ല. ആ അയ്യോ, ഇങ്ങ് കാട്ടി, ഇങ്ങ് കാട്ടി. എടി ശുണ്ടരാ, എന്തിനാ? എനിക്ക് കൊച്ചിനെ ഭയങ്കര ഇഷ്ടം. ഇല്ല സാർ, പോൾ എങ്കതാ ഇருக்கு. ഹരേ കൃഷ്ണ. ഇതാണ് നമ്മുടെ ഡയറക്ടർ സാറ്. യെസ് സാർ. ചെയ്ത് നോക്കാം. കുറെ നാളായി. നീ വാ. അയ്യോ നാരായണ നാരായണ നാരായണ. ഇതാണ് മക്കളെ അപ്പ എങ്ക. ഇനി അവരുടേത് ഇപ്പൊ റിയാക്ഷൻസ് ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞു. ഏത് ഡയലോഗ്സിൻ്റെ എല്ലാം ഒരുവിധമായി. ഇനിയിപ്പോൾ റിയാക്ഷൻസ് ആണ്. അതെല്ലാം എടുത്ത് ചെറിയ ചെറിയ ബിറ്റ് പോലും എടുത്ത് വെക്കണമല്ലോ. ശിവൻ ബ്രോ അതോ അവിടെയുണ്ട്. ശിവൻ ബ്രോ ഇങ്ങനെ അത് സണ്ണി എന്താ
സണ്ണി ഗ്രൂപ്പ് നോക്ക്, ഗ്രൂപ്പ് ശിവൻ ബ്രോ ഇങ്ങനെ, ശിവൻ എവിടെ കാണിക്കും? ശിവൻ 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 അവനെ വിളിച്ച, അവനിപ്പോ അലക്സാ. എല്ലാരും ശിവൻ ബ്രോനെ വിളിക്കുന്നു. എനിക്ക് വയ്യ, എന്റെ കുഞ്ഞിനെ വിളിക്കുന്ന എല്ലാവരും ശിവൻ ബ്രോ. ആരാധകരുടെ ഒരു കാര്യം, 2 വാക്ക് ശിവൻ ബ്രോയ്ക്ക്. ശിവൻ ബ്രോ എവിടെ കാണിക്കും? ഹലോ, ശിവൻ കഴിഞ്ഞു കുറെ നാളായി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും മറ്റേ എന്താ വിഷു അല്ലേ വരാൻ? വിഷു അഡ്വാൻസ് ആയിട്ട് വിഷു ആശംസകൾ എല്ലാവർക്കും, ഞങ്ങളുടെ ടീമിന്റെ. അതെ, കുക്ക് എഫ്എമ്മിന്റെ അഡ്വാൻസ് ആയിട്ട് പറയാം. ഞാൻ കുറെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്റെ പാവം അനിയനെ. ഒന്നും വിചാരിക്കരുത് നിങ്ങളുടെ ശിവൻ ബ്രോനെ. അയ്യോ ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, അപ്പം അങ്ങനെയാണ് വിശേഷങ്ങൾ. ഷൂട്ട് നടക്കുക, കാണിച്ചു തരാം. അപ്പം അയ്യോ സഞ്ജൂട്ടൻ വന്നിട്ടുണ്ട് മമ്മിയേന്നും പറഞ്ഞിട്ട്. ഇത് എൻ്റെ സണ്ണി ബ്രോ, അവനപ്പുറത്തിൻ്റെ ഭയങ്കര ക്ലോസ് ആണ്. അതെൻ്റെ വേറൊരു അനിയൻ. അങ്ങനെ ഇവിടെ നമ്മുടെ സെറ്റ് നിറച്ചു. നമ്മുടെ അനിയന്മാർ. ആർദ്ര ഒരു മിനിറ്റ് വന്ന്, എന്റെ വേറൊരു അനിയനെ കാണിച്ചു തരാം. അവിടെ നിന്ന് ഓടി ഇങ്ങോട്ട് വന്നു. അവള് വന്നാലേ ലൈവ് പോകും. ഇത് എന്റെ വേറൊരു അനിയൻ സണ്ണി ബ്രോ. സണ്ണി ബ്രോ പേര്, സ്വന്തം പേര് പറയും. എന്റെ പേര് തൻസീർ അലി ഹുസൈൻ. അമ്മേ തൻസീന്ന്. ഇതെന്റെ ആർദ്രക്കുട്ടി. ഹാപ്പി വിഷു. ഞങ്ങളുടെ ഷൊണ്ട കുട്ടി, നിങ്ങളുടെ സ്വന്തം കുട്ടി. അതെ, ഞങ്ങളുടെ ബീറ്റ് ബോക്സർ, ഞങ്ങളുടെ ഒരേ ഒരു അഭിമാനം. നീ മുത്തല്ലേ? അതന്നെ അതന്നെ. ഇത്രയും നേരം അമ്മു ചേച്ചി എന്ന് വിളിച്ചു നടന്നിട്ട് ഇപ്പൊ അവളതും അഭിമാനം എന്ന് അത് പറയുന്നത്. ഇപ്പൊ ഒരു പ്രകടനം കാഴ്ചവെച്ചു, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ ഇതൊക്കെയാണ് വിശേഷങ്ങള്. ഞങ്ങളുടെ ലൊക്കേഷൻ ഭയങ്കര ഹാപ്പിയാണ്. കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും അല്ലെ, എൻജോയ് ചെയ്തും ഞങ്ങൾ പോകണം. ഇത് ഞങ്ങളുടെ സ്വന്തം ക്യാമറാമാൻ ഓടിപ്പോയി. ഇപ്പൊ വരും, പുറത്തേക്ക് വരും. കണ്ടില്ല, ഇപ്പൊ കുറച്ച് സമയത്തിനുള്ളിൽ പുറത്തേക്ക് വരും. നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ വിളിക്കാം. നമ്മുടെ ഇത് ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഫുഡിന്റെ സ്ഥലം. ഞങ്ങളുടെ ഫുഡ് പാത്രങ്ങൾ കണ്ടോ, ഇതൊക്കെ ഞങ്ങളുടെ ഫുഡ് പാത്രങ്ങൾ, ഞങ്ങളുടെ തീറ്റ പാത്രങ്ങൾ. ഇത് ഞങ്ങളുടെ സ്വന്തം പാത്രം കഴുകുന്ന ചേച്ചി. ശിപ്പിച്ച് പാത്രം കഴുകുന്ന ചേച്ചി. അതെ, യോ നടന്നു പോയി ഈ വെള്ളത്തിലോട്ട് ഇപ്പൊ വീണുണ്ടെങ്കിൽ എന്തായി. ഇത് ഞങ്ങളുടെ സ്വന്തം സ്വിമ്മിംഗ് പൂൾ. എടാ വീഴാതെ. അതെ, ഇവിടെയൊക്കെ ലൊക്കേഷനാണ്. ഇതൊക്കെ ഫുൾ ലൊക്കേഷനാണ്. ഇത് ഞങ്ങളുടെ സ്വന്തം, ഞങ്ങളുടെ കുട്ടി. ഇത് ഞങ്ങളുടെ സ്വന്തം ടിൻസ് കുട്ടി. ഇൻട്രൊഡ്യൂസ് ചെയ്യേ, പേര് പറയൂ. അതുകൊണ്ടാണ് ഞങ്ങളോട് പറയാതെ ഒറ്റയ്ക്ക് ഇരുന്ന് ഫുൾ കഴിക്കുന്നവള്. അവളുടെ പപ്പയും ഞങ്ങളെ വിളിക്കാതെ ഒറ്റയ്ക്ക് ഇത്രയും നേരം ഒരുമിച്ച്. കൊടുങ്ങല്ലൂർക്കാരല്ലേ? ഞങ്ങള് മേലെ ആയതുകൊണ്ട് ഇവര് താഴെ വന്ന് ഈ പ്രകൃതി രമണീയമായ ഇരുട്ടത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. കണ്ടോ, ഞങ്ങളെ വിളിക്കാതെ സർപ്രൈസ്. കണ്ടോ, കൊടുങ്ങല്ലൂരല്ലേ സ്ഥലം? കൊടുങ്ങല്ലൂര്. എടാ നിന്റെ മൊബൈലല്ലേ ഇത്? കൈ കാലം ഉണ്ടോ? അത് അവന്റെ മൊബൈൽ അവൻ ഇവിടെ വെച്ച് വന്നിട്ട് അവിടെ ഇരിക്കുന്നു. കണ്ടോ. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങള്. ഇവിടെ ഇനി അപ്പുറത്തും ഷൂട്ട് അടക്കേണ്ട. അതെ. അപ്പൊ ഇതൊക്കെയാണ് ലൊക്കേഷൻ കാഴ്ചകള്, വിശേഷങ്ങള്. കണ്ടോ, എന്തൊരു സുഖം ഇവിടെ ഇരിക്കാൻ. 2 മണി വരെ നേരം പോകുന്നത് അറിയേയില്ല. സ്വസ്ഥമായി സന്തോഷം. അതെ, സ്വിമ്മിംഗ് പൂളിൽ വീഴാതെ നോക്കണം. തീർച്ചയായിട്ടും സ്വിമ്മിംഗ് പൂളിൽ അമ്മു ചേച്ചി വീഴാതെ നോക്കണം. നോ ലൗഡ് മ്യൂസിക്, നോ മ്യൂസിക് ആഫ്റ്റർ 10 PM. അപ്പം ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അവളെയും കൊണ്ടെടുക്കണോ ഹോട്ട്സ്പോട്ട്? അവളെ കയ്യിലോ കുഞ്ഞെ? പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങളെ ചിറ്റി നടക്കുകയായിരുന്നു. ഇവിടെ ഞങ്ങളുടെ പൊന്നുമുത്തിനെ കൊണ്ട് ഇപ്പൊ ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്തുകൊണ്ട്
ആണ് ഈ ലോകം മൊത്തം ചുറ്റി നിങ്ങൾക്ക് ഇത്രയും ഇൻഫർമേഷൻ തന്നുകൊണ്ടിരുന്നത്. അതെ, ഓക്കെ, എനിവേ എനിക്ക് ഷൂട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നു. എനിക്കുണ്ട്, ഞാനും പോകുന്നു. എല്ലാവർക്കും ശുഭനിദ്ര. ചേച്ചി നിന്നെ സീരിയലില് വിഷമിപ്പിച്ചില്ലല്ലോടാ. ഒന്നുമില്ല, നമ്മളുടെ ഇന്റർനാഷണൽ ചാനലായ കുക്കു ടി വിയില് നമ്മളുടെ ഒരു അടിപൊളി ഒരു സീരീസ് വരുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും അത് കാണണം, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അന്നുണ്ടെങ്കിൽ ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും. അപ്പം സപ്പോർട്ട് ചെയ്യുക. പാവല്ലേ? എൻ്റെ ചേച്ചി പാവമാണ്. അപ്പം നിങ്ങൾ നമ്മളുടെ കൂട്ടത്തിൽ വേണം, നിങ്ങൾ നമ്മളെ മിന്നിച്ച് എത്തിച്ചേക്കുക, അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. അതുപോലെ ഒരു സബ്ജക്റ്റാണ്. ഞങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ഒരു വിഷ്വൽ ട്രീറ്റാണ് നമ്മൾ നിങ്ങൾക്ക് ഒരുക്കുന്നതും. അതുകൊണ്ട് ബാക്കിയെല്ലാം വിശേഷങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാമിലൂടെ നിങ്ങൾ